നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശബ്ദത്തിനുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. ശബ്ദം ആശയവിനിമയത്തിനും വികാരങ്ങൾ, വിചാരങ്ങൾ, വ്യക്തിത്വം എന്നിവ പ്രകടമാക്കുവാനും ശബ്ദം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ന് ഏപ്രിൽ 16 വേൾഡ് വോയിസ് ഡേ. ഇന്നേ ദിവസം ശബ്ദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശബ്ദ സംരക്ഷണം എങ്ങനെ ചെയ്യാം, ശബ്ദസംബന്ധമായ പ്രശ്നങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, അതുപോലെ വോയിസ് തെറപ്പിയുടെ പ്രാധാന്യം എന്നിവയെല്ലാത്തിനെയും കുറിച്ച് ബോധവൽക്കരണം നൽകുന്ന ദിനമാണ് ഇന്ന്. ഇനി കുട്ടികളിൽ കണ്ടുവരുന്ന വോയിസ് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഹാർഷ് വോയിസ് അല്ലെങ്കിൽ ഹോഴ്സ് വോയിസ്. ഇത് അനാവശ്യമായി ശബ്ദം ഉപയോഗിക്കുന്നത് മൂലം ശബ്ദത്തിനുണ്ടാകുന്ന മങ്ങലാണ്. രണ്ടാമത്തതായി വോക്കൽ സ്ട്രെയിൻ ഓർ ഫറ്റീഗ്. ഇത് അമിത നേരത്തേക്ക് ശബ്ദം ഉപയോഗിക്കുന്നത് വഴി ശബ്ദത്തിനുണ്ടാകുന്ന ക്ഷീണം. മൂന്നാമത്തത് ലാരഞ്ചൈറ്റിസ്. ഇത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അലർജി മൂലം നമ്മുടെ വോക്കൽ കോഡിനുണ്ടാകുന്ന സ്വെല്ലിംഗ് ആണ് ഇതിന് കാരണമാകുന്നത്. നാലാമത്തതായി വോക്കൽ നൊഡ്യൂൾ ഓർ വോക്കൽ പോളിപ്പ്. ഇത് അമിത നേരം ശബ്ദം അനാവശ്യമായി ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ വോക്കൽ കോഡുകളിൽ ചെറിയ ചെറിയ ഗ്രോത്തുകൾ ഉണ്ടാവാൻ കാരണമാകുന്നു. അഞ്ചാമത്തത് അഫോണിയ. ഇത് പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ആറാമത്തത് നമ്മുടെ പ്യൂബർട്ടി സ്റ്റേജിൽ കുട്ടികളിൽ കറക്റ്റായിട്ടുള്ള ഹോർമോൺ ചേഞ്ചസ് നടക്കാത്തത് മൂലം ആൺകുട്ടികളിൽ പ്യൂബർഫോണിയയും പെൺകുട്ടികളിൽ ആൻഡ്രോഫോണിയയും എന്നുള്ള വോയിസ് ഡിസോർഡേഴ്സ് വരാനുള്ള കാരണമാകുന്നു. ഇത്തരം സിംറ്റംസ് കുട്ടികളിൽ 2 ആഴ്ചയ്ക്ക് കൂടുതൽ കാണുകയാണെങ്കിൽ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെയോ അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റിനെയോ കാണേണ്ടതാണ്. ഇനി വോയിസ് തെറപ്പി എങ്ങനെയാണ് കുട്ടികളെ സഹായകരമാക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തതായി ശരിയായ അബ്ഡോമിനൽ ബ്രീത്തിങ് കുട്ടികളെ ട്രെയിനിങ് കൊടുക്കുന്നു. രണ്ടാമത്തതായി ശരിയായ ശബ്ദം എങ്ങനെ ഉപയോഗിക്കാം, അതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തത് വോക്കൽ ഹൈജീൻ ടിപ്സ് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് മൂലം ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന വോയിസ് പ്രോബ്ലംസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായകരമാക്കുന്നു. കുട്ടികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. കുട്ടികളുടെ ശബ്ദം സംരക്ഷിക്കുന്നതിനായി മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർക്ക് ഇടയ്ക്കിടെ വെള്ളം കൊടുക്കുക, സിഗരറ്റ് സ്മോക്ക്, പേപ്പർ, പ്ലാസ്റ്റിക് എന്നിവ കത്തിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് അവരെ മാറ്റുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക. കൂടുതൽ എരിവ്, തണുപ്പ്, ചൂട്, മസാല അടങ്ങിയ ഭക്ഷണപാനീയങ്ങൾ അവരിൽ നിന്ന് ഒഴിവാക്കുക. ഇനി കുട്ടികൾക്ക് തൊണ്ടവേദന അല്ലെങ്കിൽ അലർജി എന്നുള്ള അവസ്ഥകൾ വരുമ്പോൾ കുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കാതിരിപ്പിക്കുക. വോയിസ് തെറപ്പി വളരെ ഫലപ്രദവും സുരക്ഷിതവുമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ശബ്ദ നിലവാരം മെച്ചപ്പെടുത്തുവാനും അവരുടെ പൊതുവേദിയിലും പഠനരംഗത്തും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും സഹായകരമാവുന്നു.